ഹലോ ഹലോ ഹലോ. ഇന്ന് നമുക്ക് മഷ്റൂം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടി 2 ഗാർലിക് വലുതാണ് കേട്ടോ, പൂണ്ട് എന്ന് പറയില്ലേ, 2 ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, ക്യാബേജ്, ബീൻസ്, 2 പച്ചമുളക്, പിന്നെ മെയിൻ മഷ്റൂം, പിന്നെ സ്വീറ്റ് കോൺ, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ സെല്ല ബസ്മതി ഗോൾഡ് റൈസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ഏകദേശം ഒരു നാഴി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മെഷറിംഗ് കപ്പ്. ഇതിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ റൈസിന് നല്ലോണം വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഏകദേശം ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്യാൻ വയ്ക്കുക മിനിമം. പിന്നെ ചിക്കൻ, അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതാക്കി ഒരു 50 മിനിറ്റ്സ് ഞാൻ വെച്ചതാണ് മാരിനേറ്റ് ചെയ്യാൻ. അതിലേക്ക് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് സോൾട്ടും ഇട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ റൈസിന് വേണ്ടിയുള്ള വാട്ടറാണ് ഞാൻ ആഡ് ചെയ്യണേ, കാരണം ഈ ചിക്കൻ്റെ സ്റ്റോക്കിലാണ് റൈസ് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2-3 വിസിൽ വരട്ടെ. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ കിട്ടിയിട്ടുണ്ട്, ക്യാരറ്റ് എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, സ്വീറ്റ് കോൺ, ബീൻസ്, മഷ്റൂം, പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടാണ് ചിക്കൻ ക്യൂബ്, പിന്നെ ചിക്കൻ, പിന്നെ കുറച്ച് പ്രോൺസ്, 2 എഗ്ഗ്, പിന്നെ സോയ സോസ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പാൻ വെച്ചു. സൺഫ്ലവർ വേണം കേട്ടോ, സൺഫ്ലവർ ഓയിൽ വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ നമുക്കത്ര പറ്റില്ല. സൺഫ്ലവർ ഓയിലാണ് നല്ലത്. അത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. നമുക്ക് റൈസിനെ വാരി വെക്കാം കേട്ടോ. ആദ്യം തന്നെ ഗാർലിക് ഇട്ട് കൊടുത്തു. പിന്നെ ഓണിയൻ, ചെറിയൊരു ഓണിയനാണ് കേട്ടോ, അതിട്ട് കൊടുത്തു. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് പോർഷനില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ഗ്രീനും കയറി വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ലോണം സോട്ട് ചെയ്യാം. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത്തിരി എരിവിന് വേണ്ടിയിട്ട്, അതിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മഷ്റൂം, ക്ലീനാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. അതൊന്ന് കുക്കായി വരട്ടെ. ആ ടൈമിൽ നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം കേട്ടോ. സോൾട്ട് ഇട്ടു. ഇനി കുക്കിംഗ് ടൈം കൂടുതലുള്ള വെജിറ്റബിളാണ് ബീൻസ്. ഇപ്പോൾ ഫസ്റ്റ് ബീൻസ് ഇട്ട് കൊടുത്തു. ഇത് എപ്പോൾ ഇടുമ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം പാൻ വയ്ക്കാൻ. എന്നിട്ട് വേഗം സ്പീഡിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് കുക്കായി പോകും, അതിൻ്റെ കളർ ചേഞ്ചൊക്കെ പോകും, ആ വെജിറ്റബിൾസിൻ്റെ പച്ച മാറിപ്പോകും. നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. അത് ചിക്കൻ്റെ മാത്രം ബോണൊക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ വാട്ടറിൽ ഈ സ്റ്റോക്ക് ഇതിൽ നമുക്ക് റൈസിന് കുക്ക് ചെയ്തെടുക്കാം. സാധാ എല്ലാവരും റൈസിനെ മറ്റേ കുക്ക് ചെയ്തിട്ട് ആ വെള്ളത്തിന് കളയല്ലേ ചെയ്യുക. ഞാൻ ഈ വെള്ളത്തിന് വറ്റിച്ചെടുക്കുക ചെയ്യാം. ഒരു വിസിൽ വെച്ച് കഴിഞ്ഞാൽ, കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റാകും. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഫീവറാണ് കേട്ടോ, അതാണ് സൗണ്ടൊക്കെ ആകെ മാറിയിരിക്കുന്നത്. റൈസിന് ഒരു വിസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ക്യൂബ്, അത് ആഡ് ചെയ്യാം. ചിക്കൻ ക്യൂബ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറായിരിക്കും. ക്യാരറ്റ് ഇട്ടു. ഹൈ ഫ്ലെയിമിൽ വിട്ടോട് വേണം, വേഗം സ്പീഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറും. പിന്നെ ക്യാബേജ് ഇട്ട് കൊടുത്തു. ഞാൻ അത്യാവശ്യം വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള ആൾക്കാർ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ എല്ലാവരും കഴിച്ചോളും. ഞാൻ അത്യാവശ്യം വെജിറ്റബിൾസ് എടുക്കും, എത്രത്തോളം റൈസ് ഉണ്ടോ അത്രയും കൂടിയിട്ട് തന്നെ വെജിറ്റബിൾസ് കൊടുക്കും. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ക്യാപ്സിക്കം ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ ടൈമിൽ നമുക്ക് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ പറഞ്ഞ മാതിരി ജസ്റ്റ് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട്, ജിഞ്ചർ ഗാർലിക് ഇല്ല, ഗാർലിക് മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊരു ഇതുണ്ടാവും, അല്ലെങ്കിൽ വെറും വെജിറ്റബിൾസ് ആകുമ്പോൾ ഒരു മടിയായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വീറ്റ് കോൺ ഞാൻ കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തതാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ കോണിനെക്കാട്ടി നല്ല സ്വീറ്റ് കോൺ തന്നെയാണ് കേട്ടോ, അതിട്ട് കൊടുത്തു. ഇനി എഗ്ഗ് ഇടാം. എഗ്ഗ് ഇതാക്കാൻ വേണ്ടി, സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. നടുവിൽ ഒരു കുഴി ഒഴിക്കുക, എഗ്ഗ് ഇട്ട് കൊടുക്കുക. 2-3 എഗ്ഗ് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു 4 പേർക്ക് കഴിക്കാനുള്ള, 4-5 പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടാകും. സോൾട്ട് ഇട്ടു. പെപ്പർ ഫ്രഷ് ആയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നല്ല എരിവുണ്ടാവും. നല്ലോണം സ്ക്രാമ്പിൾ ചെയ്യും. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക്
പിന്നെ വെജിറ്റബിൾസിൻ്റെ ഒപ്പം ഈ എഗ്ഗ് ഇടുമ്പോണ്ടോ ആ എഗ്ഗിൻ്റെ ടേസ്റ്റ് എല്ലാ വെജിറ്റബിൾസിലും ഇതാവുമ്പോൾ നമുക്ക് കഴിക്കാനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. വെജിറ്റബിൾസ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ കാര്യമുണ്ട് ഞാൻ പറയണത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് കഴിച്ചോളും. നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു പോയിട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. പിന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഒരു 2 സ്പൂണോളം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള പെപ്പറാണ്. നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ആ പാനിൽ തന്നെ നമുക്ക് നമ്മുടെ ചെമ്മീനെയും ഫ്രൈ ചെയ്തെടുക്കാം. അത് ഇതേമാതിരി ചുമ്മാ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കാം. എനിക്ക് എല്ലാം റൈസിലെല്ലാം ഉള്ളത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ സോയാ സോസ് സത്യം പറഞ്ഞാൽ ഇതിലേക്ക് ഒഴിക്കരുതായിരുന്നു. എനിക്കറിയില്ലായിരുന്നു എപ്പോൾ ഒഴിക്കണമെന്ന്. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇതിലേക്ക് ഒരിക്കലും വെജിറ്റബിൾസിലേക്ക് ഒഴിക്കരുത്. കാരണം പെട്ടെന്ന് അടിപിടിക്കും. ആ ഒരു കരിഞ്ഞ സ്മെല്ല് വരും. പിന്നെ നമ്മുടെ സെക്കൻഡ് ക്യൂബ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഫുൾ സെറ്റായിട്ട്. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്യാം. ഈ ടൈമിൽ തന്നെ നമ്മുടെ ചിക്കനും പ്രോൺസും അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് വേണം സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രീൻ കളർ പോവരുത്. ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെ കളർ പോയാലും സ്പ്രിംഗ് ഓണിയൻ്റെ ഫ്ലേവർ ആ ഗ്രീൻ കളർ പോവാതിരിക്കാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റ് വേണം ആഡ് ചെയ്യാൻ. നമ്മുടെ റൈസ് എല്ലാം നല്ല ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഒരു വിസിൽ വെച്ച സെറ്റാണ്. വെള്ളം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് മെഷർമെൻറ്റ്. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ച് റൈസ് ആയിട്ടിട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ പിക്കാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. വന്ന് ഓൾമോസ്റ്റ് എല്ലാ റൈസിനായിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് സോയാ സോസ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ വേണം ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ഹാഫും വേണം, അതിലും കുറവ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സോയാ സോസ് ഈ ടൈമിൽ ഒരു 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. സോയാ സോസ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൊതുവേ ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് ആ വൈറ്റ് റൈസ് തന്നെ കാണുന്നതാണ് ഇഷ്ടം. ഇക്കാക്ക് ബ്രൗൺ കളർ വേറെ. പിന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കനില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. മഷ്റൂം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും പ്രോൺസും അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി കാണുമ്പോഴല്ലോ നല്ലൊരു ഭംഗിയാണ്.